ഏറ്റവും സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് വേണ്ടി ജീവൻ മരണ പോരാട്ടം തന്നെയാണ് ചുരത്തിലൂടെ ഉള്ള യാത്ര എന്ന് പറയുന്നത്. അതിനൊപ്പം നിൽക്കുകയാണ് ഒരു സർക്കാർ. ആ സർക്കാരിൻ്റെ ആ ഇച്ഛാശക്തിയുടെ സന്തോഷം പങ്കുവയ്ക്കുന്നത് ആ നാട്ടിലെ ജനങ്ങൾ കൂടിയാണ്. കാരണം അവരുടെ ഒരു സ്വപ്നപാതയാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ആ സുപ്രധാന ചടങ്ങ് ആഘോഷമാക്കുകയാണ് മലയോര ജനത. തിരുവമ്പാടി മുത്തപ്പൻപുഴ LP സ്കൂൾ മുറ്റത്ത് കൂറ്റൻ സ്ക്രീനിൽ തത്സമയം പരിപാടി കാണാൻ നിരവധി പേരാണ് എത്തിയത്. സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതക്കായുള്ള പാറതുരക്കൽ ആരംഭിച്ചു. ആദ്യ ബ്ലാസ്റ്റിന് സ്വിച്ച് ഓൺ നിർവഹിക്കാനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ മുത്തപ്പൻപുഴയിൽ പുഷ്പവൃഷ്ടിയോടെ മലയോര ജനത വരവേറ്റു. സുരക്ഷാ കാരണങ്ങളാൽ പൊതുജനങ്ങൾക്ക് പദ്ധതി പ്രദേശത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. മുത്തപ്പൻപുഴ LP സ്കൂൾ മുറ്റത്ത് കൂറ്റൻ സ്ക്രീനിൽ തത്സമയം പരിപാടി കാണാൻ സൗകര്യമൊരുക്കി. ഹർഷാരവത്തോടെ പടക്കം പൊട്ടിച്ചാണ് സ്വിച്ച് ഓൺ കർമ്മം മലയോര ജനത ഹൃദയത്തിലേറ്റിയത്. സഖാവ് ജോർജും തോമസ് MLA ആയിരിക്കുമ്പോൾ വരച്ച ഒരു വരയുണ്ട്. ഈ വയനാടിന് മുത്തപ്പൻപുഴയും വയനാടുമായിട്ടൊരു കുറുകെ ആ വര ലിൻഡോ ജോസഫ് പൂർത്തീകരിച്ചു. അതിന് ഇച്ഛാശക്തിയുള്ള നമ്മുടെ ക്യാപ്റ്റൻ പിണറായി വിജയൻ തീ കൊളുത്തി. സന്തോഷമല്ലാതെ മറ്റെന്തുണ്ട് നമുക്ക്? ആ തുരങ്കപാത ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതിനെയൊക്കെ തരണം ചെയ്ത് ഇച്ഛാശക്തിയുള്ള ഒരു മുഖ്യമന്ത്രി, നട്ടെല്ലുള്ള ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്നത് കൊണ്ട് ഈ പദ്ധതി നടപ്പായി എന്ന് പൂർണ്ണമായി ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നു. സ്വപ്നം ഇപ്പൊ എന്നാ ഞാൻ പറയുക, ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇത് വന്നിരുന്നെങ്കിലേ എന്ന്. ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. ഒത്തിരി സന്തോഷമാണ്. കാരണം ഇത് വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നല്ല ശക്തിയോടെ വന്ന ഒരു ഗവൺമെൻറ്, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിൻ്റെ നേതൃത്വത്തിൽ മുഹമ്മദ് റിയാസ്, നമ്മുടെ MLA ലിൻഡോ ജോസഫ് സാറിൻ്റെയൊക്കെ അകമഴിഞ്ഞ പ്രവർത്തനം കൊണ്ടാണ് ഇതിപ്പോൾ വന്നത്. ആനക്കാംപൊയിൽ നിന്ന് 22 കിലോമീറ്റർ ദൂരത്തിൽ മേപ്പാടിയിൽ എത്തിച്ചേരുന്നതാണ് പാത. താമരശ്ശേരി ചുരത്തിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും കോഴിക്കോട് വയനാട് ജില്ലകളുടെ വികസന കുതിപ്പിനും പദ്ധതി സഹായകമാകും. സ്വപ്ന പദ്ധതിയുടെ സുപ്രധാന നിമിഷത്തിന് സാക്ഷിയാകാനെത്തിയവർ മുത്തപ്പൻപുഴയിൽ നിന്നും അത്യാഹ്ലാദത്തോടെയാണ് മടങ്ങിയത്. ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം മുത്തപ്പൻപുഴയിൽ നിന്നും AK ലതീഷ്.